ചേച്ചി എന്തുവാ? ഒന്നുമില്ല. അൽഫോൺസ് തരാനാ പറഞ്ഞേ. തരില്ല. തരാനാ പറഞ്ഞേ. കംപ്ലൈന്റ് കേട്ടല്ലോ. ഡാ മക്കളെ ഒന്ന് വാതില് തുറന്നേ. ഇങ്ങോട്ട് ഓ പിള്ളേരെ കൊണ്ട് തോറ്റുപോയല്ലോ. ഒന്ന് കതക് തുറക്കാൻ പോലും പറ്റില്ലേ? ഇങ്ങോട്ട് പപ്പ നോക്കോ. ഇവൻ എപ്പോഴും ഇങ്ങനെ. എനിക്ക് ഒരിക്കലും അവൻ റിമോട്ട് തരാറില്ല. ഇതെന്താടാ ഇത്? എന്നും ഇത് തന്നെയാണോ നിങ്ങളുടെ പരിപാടി? ഇന്നും ഇങ്ങനെയാണ്. ഇവരെ കൊണ്ട് ഞാൻ തോറ്റുപോയി. എടാ അകത്തിട്ട് പന്ത് തട്ടാതെ TV പൊട്ടും. ഇന്ന് പാരീഷ് ഡേ നമുക്ക് ലൈവ് കാണാനുള്ളതാ. ആ കഴിഞ്ഞ വർഷത്തെ പാരീഷ് ഡേ എന്തായിരുന്നു? എന്താ സ്വർഗമൊന്നും അല്ല അമ്മ, പറുദീസ. ആ പറുദീസ. എന്ത് രസായിരുന്നു, അടിപൊളിയായിരുന്നു. പെരുന്നാളും പാരീഷ് ഡേയുടെ പരിപാടികളും എന്ത് അടിപൊളിയായിരുന്നു. ഞാനും ഉണ്ടായിരുന്നു ഡാൻസില്. പെരുന്നാളിന് എന്തായിരുന്നു? പടക്കം, ബാൻഡ് സെറ്റ്, ചെണ്ടമേളം, പിള്ളേരുടെ പരിപാടികൾ, മാതൃസംഘം പരിപാടികൾ, പിതൃവേദിയുടെ പരിപാടികൾ. എന്ത് അടിപൊളിയായിരുന്നു അല്ലേ? അപ്പ എന്താ അപ്പ ഇടവക ദിനം? എന്റെ മക്കളെ, നമ്മുടെ ഇടവകദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം ആളുകളുടെ അധ്വാനത്തിന്റെയും കഠിന പ്രയത്നത്തിന്റെയും ഓരോ തുള്ളി വേർപ്പിന്റെയും ഫലമാണ് ഇന്ന് ഇത്ര സുന്ദരമായ ഈ പള്ളി നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ റോയ്സ് അച്ഛൻ ഒരു മരത്തണലിൽ നിന്ന് എല്ലാ സംഘടനകളെയും ഒത്തൊരുമിപ്പിച്ച് സാഹോദര്യത്തോടും പരസ്പര സ്നേഹത്തോടും ഐക്യത്തോടും കൂട്ടിക്കൊണ്ടുപോയി നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക്, വരും തലമുറയ്ക്ക് വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന് സ്നേഹത്തിന്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതാണ് നമ്മൾ ഈ ഇടവദിനം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൂടാതെ നമ്മുടെ പിഞ്ചുകുട്ടികളിൽ, നമ്മുടെ യുവതി യുവാക്കളിൽ, അമ്മമാരിൽ, നമ്മുടെ അപ്പന്മാരിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകളെ പുറത്തെടുത്ത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. പപ്പ ദേ സമയായി. ഇനി നമുക്ക് നേരിട്ട് കാണാം.